കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി കേരള പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നുമുള്ള വായ്പാ വിതരണം ഇരട്ടയാറിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എ. രജനി വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2,03,00,000 രൂപയാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീകൾക്കായി വിതരണം ചെയ്തത്. 6 മുതൽ 13 ലക്ഷം രൂപ വരെയാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീകൾക്കായി നൽകിയത്. അരുൺ കെ ബി, സജിനിമോൾ, സേവ്യർ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വനിതാ സംസ്കാര കേന്ദ്രത്തിൽ വെച്ച് ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ വായ്പാ വിതരണം ചെയ്തു. എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്കൊരു ലോണൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബശ്രീയുടെ ഒരു ലക്ഷ്യം തന്നെ നമ്മുടെ സ്ത്രീ ശാക്തീകരണവും നമ്മുടെ ഒരു സാമ്പത്തിക ഉന്നമനവും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെയും നമ്മൾക്ക് ഈ കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ വീടുകളിലൊക്കെ ഒതുങ്ങിയിരുന്നു പോകുന്ന ഒരു സ്ത്രീജനങ്ങളായിരുന്നു. ഒരു കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിലൂടെയാണ് നമ്മൾ CDS ചെയർപേഴ്സൺ മഞ്ജു തോമസ് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജയനമ്മ സണ്ണി, സ്റ്റെഫി ബിലു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേരിക്കുട്ടി പൗലോസ്, സിജോ ഇലന്തൂർ, റോസമ്മ മാത്യു, ഷീബ അജയ്, കിരൺ ജോർജ് തോമസ്, ജിഷ ഷാജി, CDS അംഗം ത്രേസ്യാമ്മ ജോസഫ്, ലൂസി പടലോടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.